Meet the editors. ഹലോ ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ NDA പ്രവേശനം ഉടൻ. BJP JDU സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. നിതീഷ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും. എന്നാൽ നിതീഷ് ഇന്ത്യ മുന്നണി വിടുകയാണെന്ന റിപ്പോർട്ടുകൾ ബീഹാർ JDU അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ തള്ളി. 10 കോൺഗ്രസ് MLA-മാർ BJP-യുമായി ചർച്ച നടത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ട്. നിതീഷ് കുമാറിന്റെ NDA പ്രവേശന ചർച്ചകൾ സമവായത്തിലെത്തിയെന്ന് സൂചന. പുതിയ BJP JDU സർക്കാരിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരും. BJP നിന്ന് സുശീൽ കുമാർ മോദിയടക്കം 2 ഉപമുഖ്യമന്ത്രിമാർ എന്നാണ് നിലവിലെ ധാരണ. നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവെക്കും. ഞായറാഴ്ച വരെയുള്ള നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി. രാഷ്ട്രീയത്തിൽ ഒരു വാതിലും സ്ഥിരമായി അടയ്ക്കാറില്ലെന്ന് BJP MP സുശീൽ കുമാർ മോദി വ്യക്തമാക്കി. राजनीति में कोई दरवाजा परमानेंट बंद नहीं होता है. आवश्यकता अनुसार दरवाजा खुलता रहता है, बंद होता रहता है. इस समय बताएगा कि क्या स्थिति बनती है. हम लोग पल पल की सारी चीजों पर निगाह रखे हुए. NDAയിലേക്ക് പോകുന്നതിൽ JDUവിലും ഭിന്നതയുണ്ട്. നിതീഷ് ഇന്ത്യ സഖ്യത്തിൽ തുടരുമെന്ന് ബീഹാർ അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ പ്രതികരിച്ചു. 10 കോൺഗ്രസ് MLA-മാരും BJP-യുമായി ചർച്ചയിലാണെന്നാണ് വിവരം. എന്നാൽ MLA-മാർ BJP-യിലേക്ക് എന്ന വാർത്ത കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ തള്ളി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ BJP ദില്ലിയിലും ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് തന്റെ ഔദ്യോഗിക വസതിയിലും യോഗങ്ങൾ ചേർന്നു. BJP യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ, BL സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ കോൺഗ്രസ് MLA-മാർ പട്നയിൽ യോഗം ചേരും. ഞായറാഴ്ച 10 മണിക്ക് JDU MLA-മാരുടെയും MP-മാരുടെയും യോഗം നിതീഷ് കുമാർ വിളിച്ചു. റിപ്പോർട്ടർ ദില്ലി. ചോദ്യം ഇതാണ്: BJP ബീഹാർ പിടിക്കുമോ? ഉണ്ണി ബാലകൃഷ്ണൻ, തിരക്കിട്ട നീക്കങ്ങളാണ് ബീഹാറിൽ നടക്കുന്നത്. ബീഹാറിൽ BJP-യുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് നാളെയും മറ്റന്നാളുമായിട്ടാണ് ചേരുക. അതെ, എന്തും സംഭവിക്കാം. വലിയ പ്രതീക്ഷയാണ് NDA ഭാഗത്തുള്ളത്. മാത്രമല്ല, സൂചനകൾ വന്നു കഴിഞ്ഞു. ഞായറാഴ്ച സത്യപ്രതിജ്ഞ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അക്കാര്യത്തിൽ ഇനി ഒരു അവ്യക്തതയുടെ ആവശ്യമില്ല, ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യവുമില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ വിഷയത്തിൽ 2 ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യ മുന്നണിയുമായി എന്തുകൊണ്ട് നിതീഷ് കുമാർ അകലുന്നു? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ ഒരു ആശയമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി ആദ്യത്തെ യോഗം ചേരുന്നത് പാറ്റ്നയിലാണ്. പാറ്റ്നയിൽ ആ യോഗത്തെ ഹോസ്റ്റ് ചെയ്യുന്നത് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറാണ്. 17 പാർട്ടികളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ജൂൺ 17-നാണ് ആ യോഗം നടന്നത്. അതിനുശേഷം ജൂലൈയിൽ അടുത്ത യോഗം നടക്കുന്നത് ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ പാർട്ടികൾ ആ യോഗത്തിലേക്ക് വരുന്നു. പിന്നെ നടക്കുന്നത് ഓഗസ്റ്റിലാണ് യോഗം നടക്കുന്നത്, മുംബൈയിലാണ്. നിർണായകമായ യോഗമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. കാരണം മുംബൈയിൽ നടന്ന യോഗത്തിൽ ഏതാണ്ട് 28ഓളം പാർട്ടികൾ പങ്കെടുത്തു. എന്ന് മാത്രമല്ല, വിവിധ കമ്മിറ്റികൾ ആ യോഗം ഫോം ചെയ്തു. അപ്പം ഒരു പ്രോഗ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ഈ അലയൻസ് എന്ന് പറയുന്നത്. ആ യോഗത്തിൽ വെച്ച് ആരായിരിക്കണം മുന്നണിയുടെ ചെയർമാൻ, ആരായിരിക്കണം മുന്നണിയുടെ കൺവീനർ എന്ന ചർച്ച കൂടി വരുന്നു. ആ സമയത്ത് മുന്നണിയുടെ കൺവീനറായി സീതാറാം യെച്ചൂരി പറയുന്ന പേര് നിതീഷ് കുമാറിൻ്റേതായിരുന്നു. എന്നാൽ അതിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ചില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അന്ന് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടെന്ന് പറയുന്നത് മമതാ ബാനർജിക്കും അരവിന്ദ് കെജ്രിവാളിനും ഇക്കാര്യത്തിൽ ചില റിസർവേഷൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് പിന്നീട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു. അതായത് പട്നയിലെ ആദ്യ യോഗം നിതീഷ് കുമാർ വിളിച്ചു കൂട്ടുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി മാറുമെന്ന് നിതീഷ് കുമാർ തന്നെ സ്വയം വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്നാൽ പിന്നീട് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ അർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ പ്രതീക്ഷകൾ ഓരോ മുന്നണി യോഗം കഴിയും തോറും പിന്നോട്ടടിക്കപ്പെടുകയാണ് ചെയ്തത്. അത് മാത്രവുമല്ലല്ലോ, ആദ്യമായിട്ട് ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് കാര്യമായ ഒരു ചർച്ചയും നടത്തുന്നില്ല എന്നും അടിയന്തരമായി സീറ്റ് ഷെയറിംഗിലേക്ക് പോകണമെന്നും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുന്നുമില്ല എന്നുള്ള വിമർശനം ആദ്യം പറഞ്ഞത് നിതീഷ് കുമാറല്ലേ? അതൊരു 3-4 മാസം മുമ്പല്ലേ? എന്തുകൊണ്ടാണ് അത്തരമൊരു വിമർശനം ഉന്നയിച്ചത്? ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ എല്ലാ പരിപാടികളും നിർത്തിവെച്ചുകൊണ്ട് 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്ക് കോൺഗ്രസ് പോയി. അങ്ങനെ കോൺഗ്രസ് പോകുന്നതോടുകൂടി തന്നെ ഈ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു. അക്കാര്യത്തിൽ കോൺഗ്രസിന് സ്വന്തം താല്പര്യം മാത്രമാണുള്ളത് എന്നും ഭോപ്പാൽ ഒരു യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ. ആ ഭോപ്പാൽ യോഗം വേണ്ട എന്ന് പറഞ്ഞ ആരാണ്? കമൽനാഥാണ് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധികൾ പിൽക്കാലത്ത് നിതീഷ് കുമാർ നേരിട്ടിരുന്നു എന്നുള്ളതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് രൂപം കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്പാടെ കടപുഴകെ എറിയപ്പെട്ടു.
കോൺഗ്രസിന് ഹിന്ദി ഹാർട്ട്ലാൻഡ് ഒരു സ്വാധീനവുമില്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഇനിയിപ്പോൾ പുതിയൊരു സാഹചര്യം ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നു. അത് അയോധ്യയെ ഉയർത്തിവിട്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. അപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിനില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ നിന്നാണ് അതിൻ്റെ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങുന്നത്. അടുത്ത ഘട്ടം എന്താണ്? 2022 RJDയുമായി NDAയിൽ നിന്ന് വിട്ട് RJDയിലേക്ക് വരുമ്പോൾ എന്താണ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്? മുഖ്യമന്ത്രി സ്ഥാനം അടുത്ത ഘട്ടത്തിൽ തേജസ്വി യാദവിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിതീഷ് കുമാർ എന്താണ് പ്രതീക്ഷിച്ചത്? ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടു വരുന്നു, അത് 24 തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ ഫേസ് ആയിട്ട് താൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂട് മാറുമ്പോൾ കുഴപ്പമില്ല, തേജസ്വി യാദവിന് ഇത് കൊടുക്കാം. ഫലത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും ഈ ഇന്ത്യ മുന്നണി തന്നെ അപ്രത്യക്ഷമാവുന്ന ഒരു അവസ്ഥ വരുന്നു. അവിടെ പിന്നെ നിതീഷ് കുമാറിനൊരു ചാൻസ് ഇല്ല. പിന്നെയുള്ളത് CM പോസ്റ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് നിതീഷ് കുമാർ. 2005 ബീഹാർ മുഖ്യമന്ത്രി ആയതിനു ശേഷം 2023 വരെയുള്ള 18 വർഷങ്ങളിൽ ഒരു വർഷം ഒഴിച്ചു നിർത്തിയാൽ 17 വർഷം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. ലോങ്ങസ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്ററാണ് ബീഹാറിൻ്റെ ചരിത്രത്തിലെ. അപ്പോൾ എന്തുകൊണ്ട് ഈ CM പോസ്റ്റ് വിടാതിരിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളൊരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഭംഗിയായി ഇടപെട്ടിരിക്കുന്നത് BJP ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിന് മേളിൽ യാതൊരു വിശ്വാസ്യതയില്ല. പക്ഷേ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? അത് ഈ 24 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, ഇവിടെ BJP ഇപ്പോൾ തൽക്കാലം CM പോസ്റ്റിലേക്ക് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ഇപ്പോൾ അടിയന്തരമായിട്ട് ബീഹാറിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള BJPയുടെ അജണ്ടയല്ല, മറിച്ച് ഇന്ത്യ ബ്ലോക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ദേശീയ തലത്തിലും വേണം, ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും വേണം. നോക്കൂ, RJDയും JDUവും കോൺഗ്രസും ലെഫ്റ്റ് പാർട്ടിയും കൂടി ഒന്നിക്കുന്ന ഒരു ഇന്ത്യ ബ്ലോക്ക് ബീഹാറിൽ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ 42 സീറ്റുണ്ട് ബീഹാറിൽ. ഞാൻ പറയുന്ന ഒരു 32 മുതൽ 35 സീറ്റ് വരെ ഈ മുന്നണി ഒന്നിച്ച് നിന്നാൽ അവിടെ കിട്ടും. കാരണം JDU ഇല്ലാതെ BJPക്ക് വോട്ട് കെടുക്കുക സാധ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ കണക്കെന്ന് പറയുന്നത് 17 സീറ്റാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്, 16 സീറ്റാണ് JDUവിന് കിട്ടിയിരിക്കുന്നത്, മൊത്തം 33 സീറ്റുകൾ. ഇപ്പോൾ JDUവിൻ്റെ വോട്ട് കൂടി കൊണ്ടാണ് BJP ശരിക്കും പറഞ്ഞാൽ ഈ 17 എന്ന് പറയുന്ന നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 24 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ JDUവിനെ കൂട്ടത്തിൽ നിർത്തും, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിർത്താനുള്ള സാഹചര്യമാണല്ലോ രൂപപ്പെട്ട് വരുന്നത്. അങ്ങനെ കൂട്ടത്തിൽ നിർത്തിയാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് BJPക്ക് തന്നെ ഒരു 22-23 സീറ്റുകൾ കിട്ടാം ഈ സാഹചര്യത്തിൽ. JDUവിൻ്റെ സീറ്റാണ് കുറയുക, പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയുടെ ഇമേജ്, അയോധ്യയുടെ യൂഫേറിയ, പ്ലസ് ഈ BJP JDU അതേപോലെ തന്നെ നമ്മുടെ നിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി, അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനുണ്ട്. ആ കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഉണ്ടാക്കാൻ പോകുന്നത് BJP ആണ്. അതിനുശേഷമായിരിക്കും BJP ബീഹാർ രാഷ്ട്രീയത്തിൽ ഇടപെടുക. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ 2022 ഈ NDA വിട്ടു പോകാൻ ഒറ്റ റീസണാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്, ആര്? നിതീഷ് കുമാർ. കാരണം എന്താ? എൻ്റെ പാർട്ടിയെ വിഴുങ്ങാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെടും. സ്വാഭാവികമായിട്ടും നിതീഷിനെ അവർ തൽക്കാലം പിന്തുണയ്ക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല. 48 മണിക്കൂറുകൾക്ക് ശേഷം ഈ ഫെബ്രുവരി 4 ഈസ്റ്റ് ചമ്പാരനിൽ നരേന്ദ്രമോദി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, ഈസ്റ്റ് ചമ്പാരനിൽ ബീഹാറിൽ. ആ പരിപാടിയിൽ നിതീഷ് കുമാർ ഉണ്ടാകും. ഇനി ഒരു ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല. കാരണം മനോജ് കുമാർ ഝാ എന്ന് പറയുന്ന RJD MP ഇന്ന് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. വലിയ ആശയക്കുഴപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നിതീഷ് കുമാർ തന്നെ നേരിട്ട് വന്നിട്ട് ഈ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു, വ്യക്തമാക്കണമെന്ന് പറഞ്ഞു. അത് ഇതുവരെ ചെയ്യാത്തിടത്തോളം കാലം നമുക്കിനി ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പുരോഗമിക്കുന്നത് BJP ആലോചിച്ച് തീരുമാനിച്ചെടുത്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി വലിയ മാറ്റം ബീഹാറിലുണ്ടാകും. അതിൻ്റെ ആത്യന്തിക നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് BJP ആണ്, തകരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ്. സ്മൃതി, BJP ബീഹാർ പിടിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് RJDയും JDUവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി മുതലാക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. അത് കൃത്യസമയത്ത് ഇടപെടലാണ്. ആ ഇടപെടൽ ഫലം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്തത്. അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 28-ന് മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കേൾക്കുന്നു. സുശീൽ മോഡി ഉപമുഖ്യമന്ത്രിയാകും. 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ കേട്ടിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകില്ല, അത് BJPക്ക് കൊടുക്കും, പകരം NDA കൺവീനർ സ്ഥാനം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കൊടുക്കുന്നു എന്നുള്ളത് ഭാവിയിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ എവിടെ നിന്നാൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഭാവിയില്ല. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെ, ഇന്ത്യ മുന്നണിയിൽ ഇനി ഭാവിയില്ല എന്ന് മനസ്സിലാക്കുകയും അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് തീരുമാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ബീഹാറിലെ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്? കോൺഗ്രസ് ദേശീയ നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കോൺഗ്രസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ബീഹാറിലെ 10 കോൺഗ്രസ് MLAമാർ BJPയുമായി ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകളും വരികയാണ്. തലങ്ങും വിലങ്ങും യോഗങ്ങൾ നടക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവ് അതിനിടയ്ക്ക് ജിതിൻലാൽ മാഞ്ചിയുടെ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നൊക്കെ, പക്ഷേ സന്തോഷ് മാഞ്ചി പോകുന്നില്ല എന്ന് പറയുന്നു.
അപ്പോൾ എൻ ഡി എക്ക് അകത്തുള്ളവർക്ക് ഉറപ്പിച്ച് നിൽക്കാനുള്ള ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കുന്നു. അപ്പുറത്ത് ചാഞ്ചാടി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ചാഞ്ചാടി നിൽക്കൽ ഈ മുന്നണിയുടെ കെട്ടുറപ്പെ തന്നെ ഏത് രൂപത്തിൽ ബാധിക്കുമെന്നുള്ള സംശയമാണ്. ഇപ്പോൾ മമതയുടെ വിഷയം പരിഹരിച്ചിരിക്കുന്നു, ആപ്പിൻ്റെ വിഷയം പരിഹരിച്ചിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾക്കിടയിൽ അത് ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രൂപത്തിൽ പിടിക്കാവുന്നവരെ പിടിക്കുക, അല്ലാത്തവരെ കൊടുക്കുക, ഇതാണ് അപ്പുറത്തെ തന്ത്രം. ആ തന്ത്രം ഫലിക്കുന്നതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം. അഖിലേഷ് യാദവ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതേസമയം കോൺഗ്രസിൻ്റെ ചില നിലപാടുകളിൽ സംശയവും പ്രതികരണവും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ തന്നെ നിതീഷ് കുമാർ നിൽക്കുകയാണെങ്കിൽ ഭാവിയിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യത വരെയുള്ള ആളായിരുന്നു നിതീഷ് കുമാർ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോഴും കോൺഗ്രസിന്റെ ഇടപെടൽ എങ്ങനെ, കോൺഗ്രസുമായി ചേർന്ന് പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് വേണ്ട രൂപത്തിൽ ഇടപെട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഒരുമിച്ചുള്ള പ്രചാരണം അത് കാലം തെളിയിക്കുമെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് കാലം നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നു, അതേസമയം കോൺഗ്രസിനെ അവിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നോക്കൂ, കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പരമാവധി സീറ്റുകൾ വിട്ടുവീഴ്ചയിലേക്ക് വന്നിട്ട് പോലും ഈ മുന്നണി ആ രൂപത്തിൽ നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് നിലപാടില്ലാത്തവരെ കൂടെ കൂട്ടുമ്പോഴുള്ള പ്രശ്നമാണ് വരുന്നത്. ഇപ്പോൾ നിലപാടുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. ഏതായാലും ബീഹാറിൽ എന്തായാലും BJP JDU സർക്കാർ വരാൻ പോകുന്നു. 28 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 9ാമത്തെ തവണയാണ് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടർച്ചയുണ്ടാകുന്ന കാര്യമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ഇനി നാളെയും മറ്റന്നാളും നടക്കാൻ പോകുന്ന BJPയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവാണ് ഇതിൽ നിർണായകം. ഇനി അതിനകത്ത് നിർണായകമാകാനൊന്നുമില്ല, ചർച്ചകളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ബോധ്യമാവുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ BJPയുടെ സ്റ്റേറ്റ് യൂണിറ്റിനുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം ചിരാഗ് പാസ്വാനെയും നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കുശ്വാഹയും എങ്ങനെയായിരിക്കും നിതീഷ് കുമാറിൻ്റെ വരവോടുകൂടി അനുനയിപ്പിക്കാൻ സാധിക്കുക എന്നതായിരുന്നു അവരുടെ മുൻപിലുണ്ടായിരുന്നൊരു ചോദ്യം. മാത്രമല്ല BJP കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിരുന്നു. അയോധ്യയ്ക്ക് ശേഷം ഇനി നിതീഷ് കുമാറിനെയും ലലു പ്രസാദ് യാദവിനെയും ഒറ്റയ്ക്ക് നേരിടാൻ ബീഹാറിലെ BJP കേപ്പബിൾ ആണ് എന്ന നിലപാടെടുത്തിരുന്നു ബീഹാറിലെ മൈനോറിറ്റി വിഭാഗം. പക്ഷേ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത് മറിച്ചായിരുന്നു, സുശീൽ കുമാർ മോദിക്കൊപ്പമായിരുന്നു. ഇപ്പോൾ സുശീൽ കുമാർ മോദിക്കൊപ്പമാണ് ചർച്ചകൾ നടക്കുന്നത്, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഒരു ഫൈനൽ ക്ലിയറൻസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഇപ്പോഴും ഏറ്റവും ഒടുവിൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിതീഷ് കുമാർ പലതും ലിറ്ററലിയാണ് അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ രസകരമായൊരു കാഴ്ച നടന്നത് രാജ്ഭവനിലാണ്. രാജ്ഭവനിലെ ചായ സൽക്കാരം നടക്കുമ്പോൾ ആ ചായ സൽക്കാരത്തിൽ ഗവർണർ RL കിറുമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഇടപഴകുന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായ വിജയകുമാർ ചൗഹാൻ വിജയകുമാർ സിൻഹയുമായി വളരെ കുശലാന്വേഷണങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടത് തേജസ്വി മാത്രമല്ല RJD ആരുമില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിതീഷ് കുമാറിനോട് എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെ കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് വരാത്തവരോട് ചോദിക്കണം, എന്നാലല്ലേ അതറിയൂ എന്ന മറുപടിയാണ് നിതീഷ് കുമാർ കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ ഏറ്റവും ഒടുവിൽ കൊടുത്തൊരു മറുപടി അത് മാത്രമാണ്. ബാക്കി എല്ലാ മറുപടികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഉമേഷ് കുശ്വാഹയെ പോലെയുള്ള നേതാക്കളാണ്. പക്ഷേ അവർ തന്ത്രപരമായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും സൂചന വെച്ചാണ് ഉമേഷ് കുശ്വാഹ പറയുന്നത്, കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കൂ, പക്ഷേ കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ല എന്ന സൂചനയും നൽകുന്നുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് നിതീഷ് കുമാറിന് അഭിപ്രായ വ്യത്യാസം ഉള്ളത് എന്ന സൂചനയും ആ അർത്ഥത്തിൽ പുറത്തേക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇനി നാളെയും മറ്റന്നാളും നടക്കാൻ പോകുന്ന ഈ എക്സിക്യൂട്ടീവിൽ വിനോദ് താവടെ ബീഹാറിലെ BJPയുടെ ചുമതലയുള്ള നേതാവ് അവിടെ എത്തിയിട്ടുണ്ട്. സുശീൽ കുമാർ മോദിയുമായി ചർച്ച നടത്തുന്നുണ്ട്. നാളത്തെ എക്സിക്യൂട്ടീവിൽ അത് ഔദ്യോഗികമായി തീരുമാനിക്കും. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ മറ്റന്നാൾ പട്നയിൽ നിതീഷ് കുമാർ 9ാമത്തെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്യും. അങ്ങനെ സ്ഥാനമേൽക്കുന്നതോടുകൂടി ഭൂരിപക്ഷം 157 ആണ്, 157 ആണെന്ന് തോന്നുന്നു. ഈ BJP പ്ലസ് JDU എന്ന ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നില്ല. BJP പ്ലസ് JDU പ്ലസ് HAM ഈസ് ഈക്വൽ ടു 159. ആണ് 128 അല്ല 79 BJP 45 JDU 79 45 45 4 128 ആണ്. 128ലേക്ക് പോകുന്നു. അപ്പോൾ 122 മതി. ഇനി ഇതിൽ നിന്നും മറിച്ചൊരു യാത്ര സാധ്യമാകണമെങ്കിൽ HAM-നെ പിളർത്തുക മാത്രമേ സാധിക്കൂ. HAM 4 വരെ ഉള്ളൂ. പിന്നെ 4 പേരെ കൂടി കണ്ടെത്തണം. അത് അസാധ്യമാണ് നിലവിലുള്ള ഘട്ടത്തിൽ. BJP-യിൽ നിന്ന് ഒരു MLA-യും പോവില്ല. ഇനി JDU-ൽ നടത്തിയെടുക്കാൻ കഴിയും എന്ന തോന്നലായിരുന്നുവെങ്കിൽ ആ പ്രതീക്ഷ ഏകദേശം അസ്തമിച്ചിരിക്കുന്നു. ഇപ്പോൾ JDU-ലെ എല്ലാ MLA-മാരും നിതീഷ് കുമാറിനോടൊപ്പം തന്നെയുണ്ട്. കാരണം JDU-ന് RJD വേഴ്സസ് JDU എന്ന
ഒരു ഇക്വേഷനിൽ ജെ ഡി യുവിൻ്റെ സീറ്റുകൾ നിതീഷ് കുമാറിനൊപ്പം നിന്നാലേ ജയിക്കാൻ പറ്റൂ. നിങ്ങൾ ആർ ജെ ഡിക്കൊപ്പം നിന്നാൽ ആ സീറ്റ് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് സാധ്യതയുള്ള ഏതെങ്കിലും വിമത എം എൽ എമാരുണ്ടെങ്കിൽ അവർക്ക് സാധ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സന്തോഷ് കുമാർ മഞ്ജിയെ ക്ഷണിച്ചു. സന്തോഷ് കുമാർ മഞ്ജി അത് അപ്പം തന്നെ നിരസിച്ചു, ഒരു സംശയത്തിനും ഇവിടെ നിൽക്കാത്ത വിധം. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല കേട്ടോ, ലോക്സഭാ സീറ്റുകൾ കൂടി 3 ലോക്സഭാ സീറ്റുകൾ കൂടി ആർ ജെ ഡി വിട്ടു നൽകാമെന്ന് പറഞ്ഞു. 4 MLA മാത്രമുള്ള ഹിന്ദുസ്ഥാൻ ഈ മഞ്ജിയുടെ പാർട്ടിക്ക് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ പരാജയം ബീഹാറിൽ തന്നെ സംഭവിക്കേണ്ടത്. ഇത് BJPക്ക് ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നം കൂടിയാണ്. കാരണം ഇന്ത്യ ബ്ലോക്കിനെ തകർക്കണമെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ തകർക്കണം. നിങ്ങൾക്ക് ബാക്കിയുള്ള തകർക്കലുകളേക്കാൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങളില്ലെന്ന് വളരെ കൃത്യമായിട്ടറിയാം. കാര്യം ഇതിനകത്ത് എല്ലാവർക്കും ഈ ശരത് പവാറിനോ അതല്ലെങ്കിൽ നിതീഷ് കുമാറിനോ കഴിയുന്നത് മറ്റൊരു നേതാവിനും കഴിയില്ല എന്ന കാര്യം വ്യക്തമായിട്ടറിയാം BJPക്ക്. അതുകൊണ്ടാണ് മമതാ ബാനർജിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ അസാന്നിധ്യം അവിടെയുണ്ട്. ആം ആദ്മി പാർട്ടി നേതാവും കോൺഗ്രസും തമ്മിൽ സംസാരിക്കുമ്പോഴും ഒരു ഇടനിലക്കാരൻ്റെ അസാന്നിധ്യം അവിടെയുണ്ട്. ഈ ഇടങ്ങളിലെല്ലാം അവരവരുടെ വീടുകളിൽ പോയി ഇന്ത്യ മുന്നണിയെ തുന്നിച്ചേർക്കാൻ ശ്രമിച്ച ആളാണ് നിതീഷ് കുമാർ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കാണുന്നത്. പട്നയിലെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് മമതാ ബാനർജിയെ കണ്ട്, ഡൽഹിയിലെത്തി ആം ആദ്മി പാർട്ടിയെ കണ്ട്, കോൺഗ്രസിലെത്തി സോണിയാഗാന്ധിയെ മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടാണ് നിതീഷ് കുമാർ തുന്നിയെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് മേജർ ത്രെഡാണ് നിതീഷ് കുമാർ പോകുന്നത് കൂടി ത്രെഡ് നഷ്ടപ്പെടുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ടുള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിൽ കിട്ടില്ല. ശരത് പവാർ അജിത് പവാർ പോയതോടുകൂടി ആ ഭാഗം വളരെ വീക്കായി NCP ആ അർത്ഥത്തിൽ. അതുകൊണ്ട് BJP ആ ലക്ഷ്യം താൽക്കാലികമായി കാണുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ എന്താണ് ഗോവയിൽ ഗോമന്ത പാർട്ടിക്ക് സംഭവിച്ചത്, എന്താണ് BJPയുമായി സഖ്യം ചേർന്ന പാർട്ടികൾക്കെല്ലാം സംഭവിച്ചത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിതീഷ് കുമാറിനും വലിയ ഭീഷണിയാണ്. ഈ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി BJP 300 സീറ്റിനടുത്ത് നേടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ JDUവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രമേ, ഇനി അത് സിനിമയിൽ പറയുന്നത് പോലെ കണ്ടറിയണം എന്ന് മാത്രമേ ഉള്ളൂ. സുജയ, രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങളുടെ അല്ലെങ്കിൽ സാധ്യതകളുടെ ഒരു കലയാണ്. ആ കല നന്നായി അറിയാവുന്ന നല്ല ഒരു കളിക്കാരനാണ് താനെന്ന് അമിത്ഷാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ബീഹാർ ഓപ്പറേഷനിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കർപ്പൂരി ഠാക്കൂറിൻ്റെ ഒരു ഭാരതരത്ന പ്രഖ്യാപനം അത് സാന്ദർഭികമായി സംഭവിച്ചതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കൃത്യമായ ചുവടുവയ്പ്പായിരുന്നു. ആ ചുവടുവയ്പ്പിൽ നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുന്നു. ഇപ്പുറത്ത് പാറ്റ്നയിൽ നിന്ന് തുടങ്ങിയതിന് പാറ്റ്നയിൽ തന്നെ അന്ത്യം കുറിക്കുകയാണ് അമിത്ഷാ. അത് ഞായറാഴ്ച സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ പാറ്റ്നയിൽ നിതീഷ് കുമാർ ഒരറ്റത്ത് നിന്ന് തുന്നി തുടങ്ങിയതാണ്. അതൊരു കുപ്പായത്തിന്റെ രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് വലിച്ചു കീറുകയാണ് അമിത്ഷാ. ആ കുപ്പായം ഇനി പഴയപടി ഉപയോഗിക്കാൻ പറ്റില്ല. അതിനി മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും മല്ലികാർജ്ജുൻ ഖർഗെയും സാക്ഷാൽ രാഹുൽ ഗാന്ധിയും എല്ലാം ചേർന്ന് റീവർക്ക് ചെയ്താലും അതിൽ ആ പാച്ച് വർക്ക് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന മട്ടിലേക്ക് ഇന്ത്യ മുന്നണി പോകാൻ പോകുന്നു എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ആ ഏച്ചുകെട്ടി വെച്ചിരിക്കുന്ന മുന്നണിക്ക് NDA പോലെ ഒരു സംവിധാനത്തോട് ഇനി മത്സരിച്ച് ജയിക്കണമെങ്കിൽ അതിന് മുന്നിലുള്ള സമയമെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നിതീഷ് കുമാറിന് പോലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മുന്നണി സംവിധാനമാണ് ഇത് എന്ന നറേറ്റീവാണ് കൃത്യമായി അമിത്ഷാ അവിടെ സെറ്റ് ചെയ്യുന്നത്. മുന്നണി ഉണ്ടാക്കിയ ആൾക്ക് പോലും അതിൽ വിശ്വാസമില്ലാത്ത സാഹചര്യം അതാണ് എന്നവിടെ പറഞ്ഞു വെക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന മമതാ ബാനർജിയുമായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചാലും ബംഗാളിൽ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയിലേക്ക് പോയാലും ആ ഒരു വിശ്വാസമോ ആ വിശ്വാസത്തിൻ്റെ ഒരു ദൃഢതയോ അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബീഹാറിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയെക്കുറിച്ചൊക്കെ പറയും നമ്മൾ അൺറിയൽ എൻജിൻ ഉപയോഗിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു ബീഹാർ പൊളിറ്റിക്സ് ആണിപ്പോൾ അൺറിയൽ ആൻഡ് അൺപ്രഡിക്റ്റബിൾ എന്ന സ്റ്റാറ്റസിൽ കൃത്യമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ഒരു ഭാഗത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് 8 JDU MLA-മാരെ അടർത്തിയെടുക്കാനായി നീക്കം തുടങ്ങി. 6 മണിക്കൂർ പിന്നിടുമ്പോൾ 10 കോൺഗ്രസ് MLA-മാർ വിളിച്ചാൽ മതി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് BJPയെ സമീപിക്കുകയാണ്. അങ്ങനെയുള്ള കൃത്യമായ ഒരു ടാക്ടിക്സിലേക്ക് പോവുകയാണ് അമിത്ഷായും NDAയും. അപ്പോൾ അതിന് തടയിടാൻ ലാലു പ്രസാദ് യാദവിൻ്റെ പഴയ തന്ത്രങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ബീഹാർ പൊളിറ്റിക്സ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രഡിക്റ്റബിളായ ഒന്നല്ല, അത് അൺപ്രഡിക്റ്റബിളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിതീഷ് കുമാർ 2 ആഴ്ച മുൻപ് വരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അമിത്ഷായുടെ കൈപിടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിതീഷ് കുമാറിനെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് MLA-മാരും MP-മാരും പാട്നയിലേക്ക് എത്തണം എന്ന് പറയുന്ന നിതീഷ് കുമാറിനെ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കാൻ ഞാനില്ല എന്ന് പറയുന്ന നിതീഷ് കുമാറിനെയാണ് കാണുന്നത്. ആ ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് ഓവർ പെട്ടെന്ന് സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിലാണ് കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം സംഭവിച്ചതിന് ശേഷം
ഈ വസ്ത്രത്തിന്റെ കീറൽ നിവർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് പഴയ രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇനി ഇറങ്ങി പുറപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നതാണ് വസ്തുത. അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള ഊഹാപോഹങ്ങൾ എന്നൊക്കെ ഉമേഷ് കുശ്വാഹ പറഞ്ഞതും വിശ്വസിച്ച് കോൺഗ്രസ് ഇനിയും ഇരിക്കുകയാണെങ്കിൽ അവരിപ്പോഴും ആ മൂഢസ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ജിതൻ റാം മാഞ്ചി കൃത്യമായി പറഞ്ഞു, മഹാഗഡ്ബന്ധൻ അത് ബീഹാറിൽ ഇമ്പോസിബിൾ ആണ്, ഇനി ഒരിക്കലും നടക്കില്ല എന്നാണ് പറയുന്നത്. ബീഹാർ അതിർത്തിയിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര എത്താൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനിടയിലൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ റൂട്ട് മാറ്റി വരയ്ക്കേണ്ടി വരും. ബീഹാറിലെ ആ റൂട്ടിൽ കൃത്യമായി ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എത്തുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്ത അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്റ്റായ നിതീഷ് കുമാർ ഉണ്ടാകില്ല എന്നത് ഉറപ്പിക്കുകയാണ് അമിത്ഷായുടെ ലക്ഷ്യം. അല്ലാതെ ബീഹാറിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടുകയൊന്നുമല്ല. ഭാരത് ജോഡോ ന്യായ യാത്ര അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ആ യാത്രയ്ക്ക് കൃത്യമായി തിരിച്ചടി നൽകുന്നു. ബംഗാളിലേക്ക് വരുമ്പോൾ മമതയിലൂടെ കൊടുക്കുന്നു. അത് അമിത്ഷാ ഇടപെട്ടിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് മമതയുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു മോട്ടീവ് കൂടി അതിലുണ്ട്. പക്ഷേ ഇവിടെ ബീഹാറിൽ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അവിടെ ഇത് നടപ്പാക്കാനായി അമിത്ഷായ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇന്ത്യ മുന്നണിയെ എങ്ങനെ ഛിന്ന ഭിന്നമാക്കാം, അതായത് ഒരു എതിരാളി ഇല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വോക്ക് ഓവർ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അൺപ്രസിഡന്റഡ് 9th ടേം, അതാണ് നിതീഷ് കുമാറിനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആവുക, അതുവഴി പ്രധാനമന്ത്രിയാവുക, അങ്ങനെയുള്ള വിശാല സ്വപ്നങ്ങളൊക്കെ കണ്ടാണ് ഈ മുന്നണിക്കായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 2025 വരെ, 2025 കൃത്യം സമയപരിധി പൂർത്തിയാകുന്നത്. അതുവരെ നിതീഷ് കുമാർ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം BJP അങ്ങനെ തിടുക്കത്തിൽ ബീഹാറിൽ ഒരു അധികാരത്തിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മാത്രമല്ല JDU BJP സഖ്യം ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അപ്പോഴേക്കും കാലാവസ്ഥ മാറും. ബീഹാറിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ്. വീണ്ടും ആ കാലാവസ്ഥ മാറും. കഴിഞ്ഞ 11 വർഷക്കാലം നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, കഴിഞ്ഞ 11 വർഷക്കാലം നിതീഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ മോഡൽ ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ടല്ലോ, ആ പെൻഡുലം പോലെ ഇങ്ങനെ ആടുകയാണ്. BJPയുടെ അടുത്തേക്ക് ആടും, ഇപ്പുറത്ത് RJDയുടെ അടുത്തേക്ക് ആടും, ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിതീഷ് കുമാറിനെ 2 കൂട്ടരും മാറി മാറി വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് 2 പാർട്ടികളും എടുത്തിട്ടുള്ളതെന്നും വ്യക്തമാണ്. ഇതിൽ എന്തുകൊണ്ടാണ് നിതീഷ് പിണങ്ങിയത്, എന്തുകൊണ്ടാണ് പിരിഞ്ഞത് എന്ന് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലാലു പ്രസാദ് യാദവിന്റെ മകളുടെ ട്വീറ്റാണ് കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ റിഫ്റ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിതീഷ് കുമാർ ആഗ്രഹിച്ചത് എന്താണ്? ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ഞാനാണ് മുന്നിൽ നിൽക്കേണ്ടത്. അത് തന്നെയായിരുന്നു നിതീഷ് കുമാറിന്റെ ആഗ്രഹം. അത് നടന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും നരേന്ദ്രമോദി വേഴ്സസ് നിതീഷ് കുമാർ ആ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ പോലും ഇന്ത്യ മുന്നണിക്കാർ എന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ നിൽക്കണം? ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അധികാര തുടർച്ചയാണ് അവിടെ നിൽക്കുന്നത്. NDAയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അധികാര തുടർച്ച, ഒപ്പം ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം, രണ്ടും കിട്ടും. 2 രീതിയിലുമുള്ള നേട്ടം അവിടെ നിതീഷ് കുമാർ കാണുന്നുണ്ട് എന്നതാണ് സത്യം. പിന്നെ ഈ പറയുന്ന ഫിഗേഴ്സ് മാച്ച് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് അമിത്ഷാ എന്നാണ് ഇതുവരെയുള്ള ഒരു പോൾ പെർഫോമൻസസ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ 4 അവിടെ ഇൻടാക്റ്റായി നിൽക്കും, അത് ഭിന്നിക്കാൻ പോകുന്നില്ല. പിന്നെ സ്വതന്ത്രയിൽ നിന്നൊരു 2 പേർ കൂടി ഇവിടേക്ക് വന്നാലും അത് സംഭവിച്ചു കൂടായികയില്ല. പിന്നെ 10 കോൺഗ്രസ് എന്ന് പറയുന്നത് അതൊരു ഷുവർ ബെറ്റായി നിൽക്കുന്നു. 7 പേരാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 7 JDU MLA മാർ നിതീഷ് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, BJPക്കൊപ്പം പോയാൽ ഞങ്ങൾ രാജിവെക്കുമെന്ന്. അപ്പോൾ ആ 7 ഫിക്സായി. അപ്പോൾ 7ന് മറുപടി 10 പുറത്ത് റെഡിയാണ്. ആ രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു പേര് കൂടിയുണ്ട് നിതീഷ് കുമാറിനെ വിളിക്കുന്നത് പാൽത്തൂറാം എന്നാണ്. എങ്ങനെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാവുന്ന നിതീഷ് കുമാർ പാൽത്തൂറാം RJDയുടെ വിളിയാണ്. അതെ, അതിപ്പോൾ തേജസ്വി പറയുന്നുണ്ട് ഹൂ സെഡ് പാൽത്തു ചാച്ച എന്നൊക്കെയാണ് അവസാനം ഇപ്പോൾ തേജസ്വിയുടെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ പാൽത്തു ചാച്ച ഇസ് വിത്ത് അമിത്ഷാ, അതാണ് നിലവിലെ സാഹചര്യം. BJP പിടിക്കുന്നു, JDU BJPക്കൊപ്പം പോകുന്നു. അതൊരു തീരുമാനിച്ച ഒരു കാര്യം തന്നെ. അമിത്ഷായുടെ കേവലം അരിത്തമാറ്റിക് എക്സസൈസ് മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ബീഹാറിലെ ഒരു ഭരണം പിടിക്കുക എന്നതിനും അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കൂ, കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട ഈ ഭാരത് ജോഡോ ന്യായയാത്രയിലെ തന്നെ സാമൂഹിക നീതി എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ആരെ നേരിടാൻ പോകുന്നത്? BJPയെ നേരിടാൻ പോകുന്നത്. ആ സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒരു വലിയ പ്രഭവ കേന്ദ്രമാണ് നിതീഷ് കുമാർ. കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ BJPയുടെ കയ്യിലായി കഴിഞ്ഞു, ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് പോയി. ഇന്ത്യ മുന്നണി ആ വാക്കിനെ കുറിച്ച് നടപ്പാക്കില്ല. അതെ, നടപ്പിലാക്കിയ ആളെ BJPക്കൊപ്പം ചേർത്തു. അതായത് മന്ദിർ പൊളിറ്റിക്സും ഉണ്ട്, കാസ്റ്റ് സെൻസസും ഉണ്ട്, രണ്ടും ചേർന്നുള്ള ഒരു കോമ്പിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ കോമ്പിനേഷൻ വർക്ക് ചെയ്യും എന്നുള്ളതാണ് അമിത്ഷായുടെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല, ഇത് എടുത്തിരിക്കുന്ന ആ നാൾവഴികൾ നോക്കൂ, വളരെ കൃത്യമല്ലേ. ഈ തന്നെ ചെയർമാനാക്കില്ല എന്ന് തീരുമാനിക്കുന്നതോടുകൂടി
കോൺഗ്രസിനെതിരെ തിരഞ്ഞെടുപ്പിന് വേഗം പോരാ, നടപടികൾക്ക് വേഗം പോരാ എന്ന് പറയുന്നു. എപ്പോഴാണ് ആദ്യമായി RJDക്കെതിരെ പ്രതികരിക്കുന്നത് നോക്കൂ. കർപ്പൂരി താക്കൂറിന് പുരസ്കാരം കൊടുക്കുന്ന വേദിയിൽ വെച്ച് പ്രസംഗിക്കുകയാണ്, ഞാൻ കർപ്പൂരി താക്കൂറിനെ പോലെ കുടുംബവാഴ്ചയെ അംഗീകരിക്കാത്ത നേതാവാണ്. എന്നാൽ ചിലരൊക്കെ ഉണ്ടല്ലോ, കുടുംബവാഴ്ചയുടെ പുറത്ത് ഭരണം നടത്തുന്ന ആൾക്കാരുണ്ട്. വളരെ പെട്ടെന്നാണ് രോഹിണി ആചാര്യ അതിനോട് പ്രതികരിക്കുന്നതും ഓപ്പൺ ഹീറ്റഡ് ഡിബേറ്റ് ആയിട്ട് അത് മാറുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതും. അതൊന്നും പിന്നാലെ നരേന്ദ്രമോദി പ്രസംഗം എന്താ? ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇത് വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കാലം മറന്നുപോയ കർപ്പൂരി താക്കൂറിനെ ഇപ്പം കേന്ദ്ര സർക്കാർ ഭാരതരത്ന കൊടുത്ത് ഓർമ്മിക്കണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഇടപെടലുണ്ട് എന്നത്. അല്ല, ഞാൻ അതിനകത്തൊരു കാര്യം പറയട്ടെ അരുണേ. ഇപ്പം നോക്കൂ, ഇന്ത്യ മുന്നണി രൂപപ്പെട്ട സമയത്ത് ഒരു എന്തൂസിയാസം ഇന്ത്യൻ പൊളിറ്റിക്സിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ BJP പോലും ഒന്ന് ഉലഞ്ഞു. കൗണ്ടർ നറേറ്റീവ് വരുന്നു. അപ്പൊ ഇന്ത്യ മുന്നണി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ത്യ മുന്നണി വന്നപ്പോൾ ഒരു വളരെ പെർപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരികയും എത്രയും പെട്ടെന്ന് ഇന്ത്യ എന്നുള്ള പേര് വന്നപ്പോൾ തന്നെ ഒന്ന് കിടുങ്ങുകയാണ്. അപ്പൊ എന്താ പിന്നെ BJP ചെയ്തത്? ഭാരത് എന്ന് പറഞ്ഞൊരു സങ്കല്പം കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, അസാധ്യമായി NDAയുടെ മീറ്റിംഗ് വിളിക്കുന്നു. അതെ, എന്നിട്ട് ഭാരത് എന്ന് പേര് കൊണ്ടുവരുന്നു. അതേപോലെ ബാംഗ്ലൂരിൽ ഇന്ത്യയുടെ മീറ്റിംഗ് നടന്നു. അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾക്കിതാ 38 പേരുണ്ടെന്ന് കാണിക്കാൻ NDAയുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അത് കഴിഞ്ഞു ഉടനെ തന്നെ മുംബൈ മീറ്റിംഗ് നടക്കുന്നു. മുംബൈ മീറ്റിംഗ് നടക്കുമ്പോൾ ഉടനെ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഭയത്തിൻ്റെ ആശങ്കയിൽ അവിടെ നിന്ന് മുഴുവൻ മാധ്യമ ശ്രദ്ധയും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഉടൻ തന്നെ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുന്നു. ഈ രീതിയിൽ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു BJP. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലൊരു പുതിയ പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വരുന്നു, പ്രതിപക്ഷ പാർട്ടികളൊരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വരുന്നു. ആ ആശങ്കയൊക്കെ ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഈ നിമിഷം ഛിന്ന ഭിന്നമാകുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഇപ്പോൾ ബീഹാറിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരാണോ ഈ മുന്നണിയുടെ ശിലാസ്ഥാപനം നടത്തിയത് അയാളെ തന്നെ പിടിച്ചുകൊണ്ട് വരികയാണ് ഇപ്പുറത്തേക്ക്. അതോടുകൂടി ഇന്ത്യ മുന്നണിയെ ഛിന്ന ഭിന്നമാക്കുകയാണ്. അതൊരു കാര്യം. രണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ഒരു നിർണായകമായ കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബീഹാറിലെ ഈ പറയുന്ന RJDയും JDUവും ലെഫ്റ്റ് പാർട്ടീസും കോൺഗ്രസും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിൻ്റെയും ഈ നരേന്ദ്രമോദിയുടെയും ഇമേജിനൊക്കെ അപ്പുറം ഒരു വലിയൊരു ഒരു അരിത്മെറ്റിക്സ് അവിടെ വർക്ക് ചെയ്യും. ഈ വിവിധ ജാതി ഘടകങ്ങളെ നന്നായി ഈ ഇലക്ഷനിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന പാർട്ടികളാണ് ഇവർക്ക്. ഒരു പ്രത്യേകതരം ജാതി കോമ്പിനേഷൻ ബീഹാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം BJPക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയുമായി നിന്നുകൊണ്ടൊന്നും ഈ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ BJPയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-25 സീറ്റുകൾ BJPക്ക് തന്നെ കിട്ടുക എന്നുള്ളതാണ്. അവിടെ എത്ര സീറ്റ് JDUവിന് കിട്ടുന്നുള്ള ഒരു പ്രശ്നമല്ല, പക്ഷേ JDUവിൻ്റെ ഒരു പിന്തുണ ആവശ്യമാണ്. ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോക്കൂ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്താലേ ഉത്തർപ്രദേശ് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? BJP ഭരിക്കുന്നത്. മഹാരാഷ്ട്ര ആരാണ് ഭരിക്കുന്നത്? BJP ഭരിക്കുന്നത്. രാജസ്ഥാൻ ആരാണ് ഭരിക്കുന്നത്? BJP. മധ്യപ്രദേശ് ആരാണ് ഭരിക്കുന്നത്? BJP. ഇങ്ങനെ BJPയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഏതാണ്ട് സർവ്വവ്യാപിയാണ്, എക്സെപ്റ്റ് 2 സ്റ്റേറ്റ്സ്, വെസ്റ്റ് ബംഗാളും ബീഹാറും. വെസ്റ്റ് ബംഗാളിലും അതിനകത്ത് വെസ്റ്റ് ബംഗാളിൽ BJP തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഒരു വലിയ ഉയർച്ച BJP കാണിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടി, അതായത് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള ഒരേ ഒരു പാർട്ടി BJP ആണ്. 177 സീറ്റുകളാണ് BJPക്ക് അവിടെ ഉള്ളത്. അപ്പം 215 സീറ്റുകളുമായിട്ട് തൃണമൂൽ കോൺഗ്രസും 77 സീറ്റുകളുമായിട്ട് BJP വെസ്റ്റ് ബംഗാളിൽ മുഖാമുഖം നിൽക്കുന്നു. കുഴപ്പമില്ല, അവിടെ അടുത്തൊരു 5-10 വർഷത്തെ പ്രോജക്റ്റാണ് BJPയുടെ. പക്ഷേ ബീഹാർ അങ്ങനെയല്ല. ബീഹാറിൽ പലതവണ നമ്മളിപ്പോൾ ഈ സുശീൽ കുമാർ മോഡിയുടെ കാര്യം പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടെന്ന് പറയുന്നത്, ഗതികേടല്ല, തുടർച്ചയായിട്ട് സുശീൽ കുമാർ മോഡി അവിടെ ഉപമുഖ്യമന്ത്രിയാണ്. ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ കഴിയാത്ത ഒരു നേതാവാണ് സുശീൽ കുമാർ മോഡി. സുശീൽ കുമാർ മോഡിക്ക് കേരളമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അറിയാവോ? സുശീൽ കുമാർ മോഡിയുടെ ഭാര്യ കോട്ടയംകാരിയാണ്. RSS പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ബീഹാറിൽ പിന്നെ മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ആളെയാണ് സുശീൽ കുമാർ മോഡി പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. ഞാൻ മോഡിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, സുശീൽ കുമാർ മോഡിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം മൂപ്പര് ഇടയ്ക്ക് കോട്ടയത്തൊക്കെ വന്ന് പോകും കേട്ടോ, വളരെ രഹസ്യമായിട്ട് വന്ന് പോകും. അപ്പോൾ ഞാനത് പറയുകയാണ്. അപ്പോൾ സുശീൽ കുമാർ മോഡി ഈ പറയുന്ന ഉപമുഖ്യമന്ത്രിയായി ഇനിയും തുടരും. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഈ 2025 വരെ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2025 ശേഷം നിതീഷ് കുമാറിനെ BJP വിഴുങ്ങും. കാരണം BJPയുടെ ബീഹാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. ബീഹാർ അവർക്ക് നേടിയേ പറ്റൂ. ഇനി ഒരു കാര്യം പറയാം, നേരത്തെ സുജയ പറഞ്ഞ കണക്ക് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നന്നായി തെളിയിച്ചിട്ടുള്ളതാണ് നിതീഷ് കുമാർ. നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് പെൻഡിലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടും. നിതീഷ് കുമാറിനും അറിയാം ഈ യാഥാർത്ഥ്യം. അതായത് 2025 എത്തുമ്പോൾ എന്നെ വിഴുങ്ങാനാണ് BJP നിൽക്കുന്നതെന്ന്. ഒരു വർഷം കൂടി ഇനി അവിടെ കിടക്കുകയാണ്. ആ ഒരു വർഷത്തിനകത്ത് വീണ്ടും പല തീരുമാനങ്ങൾ നിതീഷ് കുമാർ എടുക്കും. കാരണം 2005 മുതൽ 2024 ഈ സംസാരിക്കുന്ന സമയം വരെ 5 തവണ ഈ പറഞ്ഞ സ്വിച്ച് ഓവർ എന്ന് പറയുന്ന സാധനം നടപ്പാക്കി എല്ലാ സമയത്തും തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ആളാണ്. ഈ ഡോക്ടർ പശുപതി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ നെടുമുടിയോണ് പ്രസിഡൻ്റായിട്ടാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടാണ്.
അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മരിക്കുമ്പോഴും എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കണമെന്ന്. ആ മട്ടിലാണ് ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം അവിടെ പോയിരിക്കുന്നത്. പാൽത്തൂ റാം എന്ന് പറയുന്നത് കറക്റ്റാണ്. ലാലു പ്രസാദ് യാദവാണ് വിളിച്ചത്. ഏത് സമയത്തും എങ്ങോട്ടും ചായുന്ന ആണത്തമില്ലാത്തൊരുത്തൻ എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത്. അത് അദ്ദേഹം പാൽത്തൂ റാമാണ് ബീഹാർ പൊളിറ്റിക്സിൽ നിന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. റൈറ്റ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് എത്തിയാൽ BJP ബീഹാർ പിടിക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.